ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളുടെ പ്രിയപ്പെട്ട ഫ്രഞ്ച് ഫ്രൈസ് ആണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും ഈസി ആയിട്ട് തന്നെ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കി എടുക്കാം. തണുത്ത് പോയാലും ഒട്ടും തന്നെ കുഴഞ്ഞു പോകാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ 2 സൈഡും ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പിൽ ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിലേക്ക് വേണ്ടിയിട്ടാണ് സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് 4 or 5 പീസായിട്ട് കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ നീളത്തിന് തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസും ഉരുളക്കിഴങ്ങും നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ സൈസിൽ ഇതുപോലെ ഒന്ന് നീളത്തിനൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഒരുപാട് കനത്തിലും അല്ല, അതുപോലെ തന്നെ ഒരുപാട് തിന്നായിട്ടും അല്ലാത്ത രീതിക്ക് വേണം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു സൈസിൽ വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ഉരുളക്കിഴങ്ങും ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒരു 15 മിനിറ്റോളം നമുക്ക് തണുത്ത വെള്ളത്തിലേക്കൊന്ന് ഇട്ട് വെക്കണം. നമ്മളിങ്ങനെ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങിലുള്ള എക്സസ് ആയിട്ടുള്ള സ്റ്റാർച്ചൊക്കെ നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇറങ്ങും. അങ്ങനെ സ്റ്റാർച്ച് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി തണുത്ത വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വെള്ളത്തിലിട്ടതിന് ശേഷം ഒരു 10 or 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് എടുത്താലും മതിയാവും. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം വെള്ളം തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങൊന്ന് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ച് എടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങിൽ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം പിടിച്ച് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ടാവും. ഒരു 5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും. ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് ഒരു 5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു ചൂടുവെള്ളത്തിൽ നിന്നൊന്ന് എടുത്ത് മാറ്റി നമുക്ക് ഇതൊന്ന് ഡ്രൈ ആവാനായിട്ടൊന്ന് വെക്കണം. അപ്പം ഞാനിത് ഒരു ടവലിലാണ് വെച്ചിട്ടുള്ളത്. ഒന്നുകിൽ നമുക്ക് ടവലിന് മുകളിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലോ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ടവൽ വെച്ചിട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് തുടച്ച് ഒന്ന് ഡ്രൈ ആക്കി ഒന്ന് എടുക്കണം. നമ്മളിത് ഡ്രൈ ആക്കിയിട്ട് വേണം അടുത്തത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഇപ്പം ഞാൻ എല്ലാ ഉരുളക്കിഴങ്ങും തന്നെ ഈ ഒരു ടവലിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടവൽ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാം. ഒരുപാട് തിരുമ്മി തുടച്ചു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ചിലപ്പം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതിയാവും. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കുറേശ്ശെയായിട്ട് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് എല്ലാം തന്നെ നമുക്ക് ഒരേപോലെ ഒന്ന് കളറായി കിട്ടും. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. നമ്മൾ ഗോൾഡൻ കളറായി തുടങ്ങുന്ന സമയത്ത് നമ്മൾ എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്ന സമയത്ത് ഈ അരിപ്പയിൽ കിലുങ്ങുന്ന ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കാം. നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ തന്നെ സോസ് വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിന് മുകളിലായിട്ട് കുറച്ച് ചീസൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷവും കഴിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.